ईश्वर के चरणों में परमेश्वर के वचन को लेकर आने के लिए प्रभु ने दिया हुआ सुंदर समय के लिए प्रभु को धन्यवाद करता हूँ। ഈ പ്രഭാതത്തിലും ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. इस भोर के समय भी परमेश्वर हम सभी को एक ही साथ आशीष करना पाए। കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടുവാൻ ദൈവം അവസരമൊരുക്കി. गया दिन केरला में जो जितने सारे हमारे सहकर्मी थे वो सभी लोग मिलकर वहां एक साथ होने के लिए परमेश्वर ने हमें अवसर दिया है। ഇന്നലെയും തോമസം പാസ്റ്റർ ഏകദേശം 2:30 മുതൽ വൈകിട്ട് 9:15 വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. कल भी थॉमसन पास्टर दोपहर को 2:30 बजे से लेकर 9 बजे तक हमारे साथ थे। ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ ആചരിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. एक साथ मिलकर सेवकाई करने के लिए परमेश्वर ने दिया हुआ सारे अवसरों के लिए हम परमेश्वर को धन्यवाद करता हूँ। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാം. बड़ी प्रार्थना के साथ आज सुबह हम परमेश्वर के चरणों में बैठेंगे। ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിൽ ആഗ്രഹിക്കുക. परमेश्वर के वचन से एक आयत आपके सामने ले आने के लिए मैं चाहता हूँ। യോബിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. अय्यूब की किताब 12 अध्याय उसके 4 आयत। ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു. നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. मैं ईश्वर से प्रार्थना करता था और वह मेरी सुन लिया करता था, परंतु अब मेरे पड़ोसी मुझ पर हंसते हैं। जो धर्मी और कड़ा मनुष्य है वह हंसी का कारण हो गया है। വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവഴുത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. बहुत आशीष भरा हुआ इस वचन के लिए मैं परमेश्वर को धन्यवाद करता हूँ। ഈ യോബിന്റെ പുസ്തകം നമ്മൾ ആഴത്തിൽ പഠിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ये अय्यूब की किताब हम गहराई से पढ़ेगा तो बहुत कुछ बातें हमें सिखा देता है। ഒരു ഭക്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വ്യഥകളെ കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും കഷ്ടങ്ങളെ കുറിച്ചുമാണ് നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. एक भक्तिमान मनुष्य अपने जीवन में प्राप्त किया हुआ जो दर्द भरा अनुभव है, संकट के समस्या के द्वारा चले गया हुआ अनुभवों को यहाँ पर दिखा रहा है। ഒരു കാലത്ത് വളരെ നന്മ അനുഭവിച്ചു, പിൽക്കാലത്ത് ഒരുപാട് പ്രതിസന്ധികളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിക്കാനിടയായി. एक समय में परमेश्वर से बड़ी आशीषों को प्राप्त करके धर्मी बनकर रहा हुआ व्यक्ति पिछले समय में उनके जीवन में ऐसा दुर्घटना है, समस्या है, संकट से होकर जाना पड़ा है। വീണ്ടും അവന്റെ കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ മാറി വലിയ അനുഗ്രഹത്തിലേക്ക് അവൻ പിന്നെയും എത്തിച്ചേരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. वापस उनके जीवन के सारे संकट की अवस्था दूर होकर आशीष में भरा हुआ अवस्था में लौट आया हुआ हम देखते हैं। 3 കാലഘട്ടങ്ങളാണ് യോബിനെ കുറിച്ച് ശരിയായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. योग के जीवन के बारे में उनके इतिहास हम देखने के समय ये हमें 3 तरीका से नहीं तो 3 प्रेषण अवस्था में होकर जाते हुए हम देख सकता है। ഒന്ന് മുൻകാല അനുഭവം, एक पहले का जो अनुभव है, രണ്ടാമത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, दूसरा जो अभी हो रहा है उनके जो अवस्था है, 3 പിന്നത്തേതിൽ വന്ന അനുഭവം, तीसरा जो बात है वह बात में आया हुआ जो अनुभव। അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണ് താന് ഈ 12-ാം അധ്യായത്തിൽ പറയുന്നത്. उनके जीवन में आमेन जो हो रहा है जिस समय के विषयों के बारे में ये 12 आयत में हम देखते हैं। മുൻകാലങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു യോബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. जो पहले समय में बहुत आशीष से भर के जीवन बिताया हुआ एक मनुष्य था अय्यूब। അന്ന് തന്റെ ഭാര്യയും തന്റെ സ്നേഹിതരുമെല്ലാം ഒരുപാട് തന്നോട് ചേർന്ന് നിൽക്കുകയും തന്നെ ആശ്വസിപ്പിക്കുകയും തന്നെ ബലപ്പെടുത്തുകയും തന്റെ നന്മകൾ അനുഭവിക്കുകയൊക്കെ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. उसी समय उनके पत्नी उनके मित्र लोग सब कुछ उनके साथ आशीषों को प्राप्त करके उनके साथ खुशी से आनंद से आगे बढ़ा हुआ है, हम ये देखते हैं। ഇന്നത്തേതിൽ തന്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാവരിൽ നിന്നും അവനെ അകറ്റി നിർത്തുവാനിടയായി.
उसके बाद उनके जीवन में आया हुआ जो संकट है और नष्ट के अनुभव है, और सब कुछ उनको उन लोगों से अलग किया गया है। ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആദ്യമായ ഒരു ദൂത് പറയാം. നിന്റെ കയ്യിൽ നന്മയുണ്ടോ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടോ, നിനക്ക് ആരോഗ്യമുണ്ടോ, എല്ലാവരും നിന്നോട് ചേർന്ന് നിൽക്കും. आज सुबह प्रारंभ समय में मैं एक संदेश आपको बांटना चाहता हूँ कि तुम्हारे पास अगर भलाई है, तुम्हारे पास खुशी है और तुम्हारे पास संपत्ति है, सब कुछ रहेगा तो सभी लोग तुम्हारे साथ रह सकता है। എന്നാൽ നീ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ, നഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, നീ ഏറ്റവും അധികം സ്നേഹിച്ചവർ പോലും അകന്നു മാറുമെന്നുള്ള കാര്യം ഈ വചനത്തിൽ കൂടെ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓർപ്പിക്കുക. लेकिन तुम्हारे जीवन में जब संकट के समय आएंगे, नष्टों के दिन आएंगे, उस समय तुम्हें ज्यादा से प्यार किया हुआ लोग भी तुम्हें छोड़कर अलग हो जाएंगे। ये बातें इस वचन से हमें सिखा रहा है। എല്ലാവരും അകന്നു പോയാലും സർവശക്തനായ ദൈവം അകലുകയില്ലെന്നും ഈ വചനങ്ങൾ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു. अगर सभी लोग तुम्हें छोड़कर दूर हो जाएगा तो भी सर्वशक्तिमान परमेश्वर तुम्हें छोड़कर अलग ना होगा करके ये वचन हमें सिखा रहा है। ഈ പ്രഭാതത്തിൽ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഈ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയാലും സർവശക്തൻ നിന്നെ ഒറ്റപ്പെടുത്തുകയില്ല. കർത്താവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരും. आमीन। कई जीवन के कई दुर्घटना अवस्था से होकर जाने वाला अगर कोई सुबह है तो आमीन तुम अकेलापन होकर रहता है करके सोचता है, तो सभी लोग, सारे दुनिया के लोग तुम्हें छोड़ सकता है, लेकिन सर्वशक्तिमान तुम्हें नहीं छोड़ेंगे, वो तुम्हारे साथ रहूंगा करके इस वचन से हमें बता रहा है। നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഇങ്ങനെയാ കാണുന്നത്, ദൈവത്തെ വിളിച്ച ഉത്തരം ലഭിച്ച ഞാൻ. हम पढ़ा हुआ वचन में ये कहता है कि मैं ईश्वर से प्रार्थना करता था और वह मेरी सुन लिया करता था। ദൈവത്തെ ഒരിക്കൽ താൻ വിളിച്ചതാണ്, ആ വിളിച്ച കാലത്ത് ദൈവത്തിന്റെ ഉത്തരം താൻ അനുഭവിച്ചതാണ്. एक समय में वह परमेश्वर से पुकारते थे, परमेश्वर से प्रार्थना करते थे, उसी समय परमेश्वर उन्हें उत्तर भी दिया करता था। എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, വിളിക്കുന്നുണ്ടെങ്കിലും ശരിയായ ഉത്തരം കിട്ടാത്ത അവസ്ഥ. लेकिन अभी का जो हालत ऐसा है कि अभी बराबर रीति से पुकार रहा है या प्रार्थना कर रहा है, लेकिन उन्हें उत्तर नहीं मिल रहा है। ഉത്തരം ലഭിച്ചപ്പോഴൊക്കെ കൂട്ടിനാളുണ്ടായിരുന്നു, ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ എല്ലാവരും അകന്നു മാറുവാനിടയായി. जब उन्हें जवाब मिलता था या परमेश्वर उनका सुन लेता था, तभी बहुत सारे लोग उनके साथ थे, अभी कोई भी उनके साथ नहीं है। ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഉത്തരം ലഭിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ദൈവസന്നിധി പിന്നെയും താണിരുന്ന് പ്രാർത്ഥിച്ചോ. ഉത്തരവുമായി സർവശക്തൻ നിന്റെ അടുക്കലേക്ക് വരുന്നൊരു സമയം സമാഗതമാകുകയാണ്. अगर आज सुबह आप जो प्रार्थना कर रहा है, आपको जवाब नहीं मिला हुआ अवस्था में बैठा है, तो आप अपने आप को और देन करके समर्पण करके प्रार्थना करो। स्वर्गीय पिता परमेश्वर आपको जवाब लेकर आपके पास आएंगे। ദൈവത്തിൽ നിന്ന് ഒരിക്കൽ ഈ ഉത്തരം അനുഭവിച്ചതാണ്. परमेश्वर से एक बार अयूब उत्तर प्राप्त करते थे, परमेश्वर उनके सुन लिए थे। അതുതാണ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറയുന്നു. आमीन। दूसरा अध्याय उसके 10वां आयत में एक कहा जाता है कि क्या हम परमेश्वर के हाथों से भलाइयों को प्राप्त किया है, तो ये बुराई के हालातों में भी क्या हम परमेश्वर के साथ ना रहे। ദൈവത്തിൽ നിന്ന് നന്മ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ, പക്ഷേ അതിന് വിപരീതമായി അത് വരുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൽ നിന്ന് അകലുവാനിടയായിത്തീരും. परमेश्वर के हाथों से भलाई या सुख लेने के लिए सभी लोग चाहता है, लेकिन दुख लेने के लिए कोई नहीं चाहता है। നന്മയും തിന്മയും ദൈവം തരുന്ന ദൈവമാ. ഏത് സാഹചര്യം വന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവമേ തന്നെ ദൈവം കൈവിടുകയില്ല. അതാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്.
आमीन। ये सुख का समय भी आता है, दुख का समय भी परमेश्वर की ओर से आता है, लेकिन कौन सा भी समय में हो, परमेश्वर हम हमारे हाथ ना छोड़ते हुए हमारे साथ रहूंगा करके हमें ये वचन समझा रहा है। ഈ നന്മ മാത്രമേ ദൈവം തരത്തുള്ളൂ എന്നാ നമ്മുടെ വിചാരം. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം എപ്പോഴും അനുഗ്രഹവും ഉയർച്ചയെ മാത്രമേ തരത്തുള്ളൂ, വേറൊന്നും തരത്തില്ലെന്നാ നമ്മുടെ വിചാരം. आमीन। हमारा ये सोच विचार ये है कि परमेश्वर की ओर से सिर्फ भला ही मिलेंगे और आशीष मिलेंगे और ऊंचाई मिलेंगे, अनुग्रह ही हमेशा मिलते रहूंगा, ये है हमारा विचार। ഈ താഴ്ചയോ ഞെരുക്കമോ ബുദ്ധിമുട്ടോ ഒക്കെ വന്നാൽ നമ്മൾ ഉടനെ ആരെ കുറ്റം പറയുന്നറിയാം? പിശാചിനെ കുറ്റം പറയും. या गिरावट या कमजोरी या हमारे जीवन में कुछ भलाइयां नहीं मिलते हुए अवस्था आता है, तभी हम किसको बुराई करता है, किसको दोष लगाता है कि हम शैतान का ऊपर डाल देता है। എന്നാൽ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒരു നന്മയും മുടക്കാൻ, ഒരു വഴിയും അടയ്ക്കാൻ, ഒരു അനുഗ്രഹം ഇല്ലാതാക്കാൻ പിശാചിന് കഴിയത്തില്ലെന്ന് ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് അറിയത്തില്ല. आमीन। लेकिन आमीन, परमेश्वर के अनजान से हमारा अनुग्रह को रोकने के लिए, हमारे रास्तों को बंद करने के लिए, हमारे आशीषों को बंद करने के लिए आमीन शैतान को नहीं हो सकता है करके आज के पेंतकोस्त लोग नहीं जानते हैं। ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം മാത്രമല്ല, ചിലപ്പോഴൊക്കെ അനുഗ്രഹം എടുക്കുന്ന ദൈവം കൂടാ. आमीन। परमेश्वर केवल आशीष देने वाला परमेश्वर नहीं है, कभी कभी उस आशीषों को वापस लेने वाला परमेश्वर भी है। അതുകൊണ്ടാണ് വചനത്തിൽ ദൈവം പറയുന്നത്, ഞാൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു. इसलिए वचन कहता है, मैं एक जन को उठाता हूं, दूसरा जन को मैं गिराता हूं। ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോ, व्यवस्था विवरण 8वां अध्याय उसका दूसरा आयत पढ़ेगा तो അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും. आमीन। यहाँ पर ऐसा लिखा है कि आमीन, ये स्मरण रखा, यहोवा परमेश्वर आमीन तुम्हें और नीचे लेके आने के लिए। നോക്കിയേ, അവിടെ യഹോവ നിന്നെ താഴ്ത്തുമെന്നാ പറയുന്നേ. यहाँ पर कहता है कि वह तुझे नम्र बनाएंगे। നമ്മൾ വിചാരിക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവം മാത്രമാ, താഴ്ത്തുന്ന ദൈവമല്ലെന്നാ. हम ये सोचता है कि परमेश्वर हमें ऊंचा उठाने वाला परमेश्वर है और हमें नम्र नहीं कराएंगे। നമ്മെ ഉയർത്തുന്ന ദൈവം മാത്രമല്ല, ചിലപ്പോഴൊക്കെ ദൈവം നമ്മെ താഴ്ത്തുന്ന ദൈവം കൂടാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. केवल हमारा परमेश्वर हमें ऐसा ऊंचा उठाते रहूंगा ये बात नहीं है, हमें कभी नम्र कराने के लिए भी परमेश्वर दीनता में हमें लेके आता है, ये बातों को हम ना भूलना। എന്തിനാ താഴ്ത്തിയെന്നറിയാമോ? അവിടെ പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ നീ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയണം. आमीन। तुम्हें क्यों ऐसा नम्र बनाता है कि परमेश्वर ये चाहता है कि उनके आज्ञाओं को तुम मानेगा या नहीं। അതോ ഉയർത്തി വച്ചേക്കുമ്പോ മാത്രമേ നീ ദൈവകൽപ്പന അനുസരിക്കത്തുള്ളൂ? താഴ്ച വന്നാൽ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുമോ എന്ന് എന്റെ കർത്താവിന് അറിയണം. അതിനാ ദൈവം അങ്ങനെ ചെയ്യുന്നത്. हमें तुम्हें क्यों नहीं ऐसा नम्र बनाता है, उसकी आज्ञाओं को तुम पालन करेगे क्या नहीं, ये देखने के लिए परमेश्वर का आशीषों को प्राप्त करने के समय तो या ये परमेश्वर की आज्ञा पालन करते हैं क्या, या तुम्हें नम्र बनाने के समय भी तुम परमेश्वर का आज्ञा मानते हैं, ये देखने के लिए तुम्हें ऐसा करता है। അവിടെ കാണുന്നത് യഹോവ നിന്നെ താഴ്ത്തുമെന്നാ. यहाँ पर ये लिखा है कि यहोवा परमेश्वर तुम्हें नम्र बनाएंगे। നഹൂം പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോ, नहूम के पुस्तक 1 अध्याय के 12 वचन पढ़ने के समय അവിടെ ഇങ്ങനെ നമുക്ക് കാണുന്നു, ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനിയും താഴ്ത്തത്തില്ല. हमें वहां पर हम ऐसा पढ़ता है कि मैं तुम्हें और नीचा किया है, नम्र किया है तो और मैं नम्र ना करूंगा। ഒരിക്കൽ നിന്നെ താഴ്ത്തി ഇനിയും താഴ്ത്തത്തില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. इसके मतलब ये है कि एक बार तुम्हें नम्र किया है, तुम्हें नीचा किया है तो और तुम्हें ऐसा नहीं करूंगा। പിശാചല്ല നിന്നെ താഴ്ത്തിയത്, പിശാചല്ല നിന്റെ വഴി അടച്ചത്, പിശാചല്ല നിന്റെ ഉയർച്ച നഷ്ടപ്പെടുത്തിയത്, ദൈവമാണെന്ന് തിരിച്ചറിയുന്ന എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आमीन। शैतान तुम्हें नम्र नहीं किया है, शैतान तुम्हें ऐसा गिरावट में नहीं लाया है, शैतान तुम्हारे जीवन में
ऐसा नहीं किया है, ये काम परमेश्वर किया है करके कितने लोग जानते हैं, उनके लिए मैं धन्यवाद करता हूँ। അതാണ് ഈയോ പറയുന്നത്. 1-ാം അധ്യായത്തിൽ യഹോവ തന്നു, യഹോവ എടുത്തു എന്ന്. इसलिए आमीन, अय्यूब के किताब में पहला अध्याय में अय्यूब कहता है, यहोवा परमेश्वर ने हमें दिया है, उसने ले लिया है। ദൈവം തന്നതെടുക്കാൻ പിശാചിന് അവകാശമില്ല. ദൈവം തന്നതെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. आमीन, परमेश्वर ने जो हमें दिया है वो लेने के लिए शैतान को अनुमति नहीं है। परमेश्वर दिया है तो वो परमेश्वर ही वो ले लेंगे। അല്ലെങ്കിൽ പിശാചിനെ ദൈവം അനുവദിക്കണം. ദൈവം അനുവദിക്കാതെ ഒരു ദൈവ പൈതലിന്റെ ഒരു നന്മയും എടുത്തു കളയാൻ പിശാചിന് അവകാശമില്ല. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. नहीं तो परमेश्वर शैतान को अनुमति देना चाहिए वो लेने के लिए, उसके बिना शैतान हमारे आशीषों को नहीं ले सकता है। ये बात तुमको जानने वालों के लिए मैं परमेश्वर को धन्यवाद करता हूँ। ഇന്ന് പ്രഭാതത്തിൽ ഓർത്തോ, നിന്റെ എന്തെങ്കിലും നന്മ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വഴി അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെയല്ല, അത് ദൈവം അറിഞ്ഞു തന്നെയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. आज सुबह अगर तुम्हारा कुछ अनुग्रह रुक गया है, तुम्हारा जो प्रार्थना का उत्तर नहीं मिला है, ये बातों को तुम जान लेना। ये बातें परमेश्वर के जानकारी से परमेश्वर ने किया है। ये बातों को जानने वालों के लिए मैं धन्यवाद करता हूँ। ദൈവം അറിഞ്ഞാണ് നിന്റെ വഴികൾ അടയപ്പെട്ടെങ്കിൽ ആ അടഞ്ഞ വഴികളുടെ നടുവിലും പ്രമാണപ്രകാരം നിന്നാൽ, കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ, കർത്താവ് വീണ്ടും വഴികളെ തുറന്ന് മാനിക്കാൻ ശക്തനായ ദൈവമെന്ന് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൽ കൂടെ ദൈവാത്മാവെ ബുദ്ധി ഉപദേശിക്കുക. आमीन, परमेश्वर ने जो दिया हुआ अनुग्रह को अगर परमेश्वर रुकाया है तो हम उसी में परमेश्वर के सामने नम्र होके अपने आप को समर्पण करते परमेश्वर के व्यवस्था के अनुसार हम चलेगा तो परमेश्वर जो रुकाया हुआ अनुग्रहों को वापस देकर हमें आगे बढ़ाएंगे। ये बातों को हम ना भूलना। ഒരിക്കൽ ദൈവത്തെ വിളിച്ച് ഉത്തരം അനുഭവിച്ച ഇയ്യോബ് एक बार परमेश्वर को पुकार कर परमेश्वर से उत्तर प्राप्त किया हुआ अय्यूब ഇപ്പോൾ പറയുകയാണ്, എന്റെ സഖിക്ക് ഞാനിപ്പോൾ ഒരു പരിഹാസ വിഷയമാണ്. आमीन, उत्तर प्राप्त किया हुआ उस अय्यूब कहता है, परंतु अब मेरे पड़ोसी मुझ पर हंसते हैं। ഇന്ന് പ്രഭാതത്തിൽ നീ ഒരു പരിഹാസമായിട്ടാണോ സമൂഹത്തിലായിരിക്കുന്നത്? നിന്റെ പരിഹാസത്തെ മാറ്റാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. आज सुबह तुम एक हंसी उठाने वाला व्यक्ति के समान समाज में है तो तुम्हारा जो हंसी उठाने वाला अवस्था को बदल कर तुम्हें आशीष में भरने के लिए परमेश्वर सर्वशक्तिमान है। ഇയ്യോബിന്റെ അടുക്കൽ വന്ന് ഇയ്യോബിനെ പലരും പരിഹസിക്കുകയാണ്. अय्यूब के पास आकर कई लोग अय्यूब के ऊपर हंसी उठाता है। ഇയ്യോബിന്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട്, നീ ഭക്തി എന്തിനാ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന്. उनके पत्नी उनके पास आके यही कहा है, तो क्यों अपने भक्ति को पकड़ कर बैठा है, तो अपने परमेश्वर को इंकार करके मर जा। പിന്നെ തന്റെ മുൻകാല സ്നേഹിതരായ പലരും വന്ന് പതേ ഇയ്യോബിനെ പരിഹസിക്കുന്നതായി നമുക്ക് കാണാം. उनके जो पहले से उनके कई दोस्त लोग थे, उनके मित्र लोग थे, वो भी उनके पास आके उन्हें मजाक उड़ाता है। 4-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഏകദേശം ആ 4-ാം അധ്യായത്തിൽ തന്നെ 10 ചോദ്യങ്ങൾ തന്റെ ഒരു സ്നേഹിതം വന്ന് ചോദിക്കുകയാണ്. हमें 4 अध्याय हम शुरुआत से पढ़े हो तो वहां पर हम देखते हैं उनका एक मित्र आकर उनसे 10 सवाल पूछते हैं। പരിഹസിച്ചുകൊണ്ട് അവനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. उन्हें हंसी उठाते हुए उनसे ये सवाल कर रहा है। ഒന്നാമത് ചോദിക്കുകയാണ്, 4-ന്റെ 2 വായിക്കുമ്പോൾ, നിന്നോട് സംസാരിക്കാൻ തുനിഞ്ഞാൽ നീ മുഷിയുമോ? पहले हमें उनसे पूछते हुए सवाल उसके दूसरे आयत में हम देखते हैं कि क्या मैं तुझसे बात करना चाहूं, मैं तुमसे बोलना चाहूं तो क्या तुझे बुरा लगेगा? മുഷിയത്തക്ക ചോദ്യങ്ങളുമായിട്ടാ പുള്ളി വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഈ ചോദ്യം ചോദിക്കാതിരിക്കും? क्योंकि उनको बुरा लगने वाला सवालों को लेकर आया है, फिर कैसा वो ना पूछे हुए बैठेंगे? ഇത്രയും വേദനയിലും കഷ്ടത്തിലും ഇരിക്കുമ്പോ ചില ചോദ്യങ്ങളുമായി ചെന്നാൽ ആരാണ് മുഷിയാതിരിക്കുന്നത്?
इतने दर्द भरा हुआ अनुभव में बैठने के समय ही उनको ऐसा सवालों को लेके आएगा तो क्या बुरा नहीं लगेंगे? നമ്മളിലും ചിലര് രോഗിയായി കിടക്കുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ രോഗിയായി കിടക്കുമ്പോ വേറെ ചിലര് നമ്മളെ കാണാൻ വരാറുണ്ട്. हम भी कई लोग बीमार होकर रहने के समय उन्हें मिलने के लिए जाता है और हम बीमार होने के समय हमें मिलने के लिए भी कई लोग आता है. അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്നിടത്ത് ചെല്ലുമ്പോ ചിലരുടെ ചോദ്യം കേട്ടാൽ പിടിച്ചിറക്കി വിടാൻ ചിലപ്പോ തോന്നും. ऐसा जो बीमारी में पड़ा हुआ व्यक्ति के सामने जाके कई सारे लोग सवाल पूछता है, तभी ऐसा लगता है उसको वहां से बहा दे. ചിലര് ചോദിക്കും, അയ്യോ അമ്മാമ്മയ്ക്ക് അങ്ങനെ പറ്റിയോ? कुछ लोग ऐसा पूछेंगे, आंटी आपको ऐसा हो गया है क्या? എന്തോ അമ്മാമ്മ ഈ യോബ് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ എന്തോടാ താമ്രമാണോന്നാ ചോദിക്കുന്നത്. ഞാൻ താമ്രമാണോ? ഞാനും ഒരു ശരീരത്തിലല്ല ജീവിക്കുന്നത് അയ്യോബ് ചോദിക്കുന്നത്. हमें अय्यूब जैसा वहां पर वो जवाब देता है, क्या मैं पित्तल का हूँ क्या? मैं भी एक शरीर होकर रहने वाला इंसान है. 6:12 യോബ് ചോദിക്കുന്നുണ്ട്, എടാ എന്റെ ബലം എന്താ കല്ലിന്റെ ബലമാണോ? हमें 6:12 आयत में कहता है, क्या मेरी जो दृढ़ता पत्थरों के समान है क्या? എന്റെ മാംസം എന്തോ താമ്രമാണോ? क्या मेरा शरीर पित्तल का है? ദൈവമക്കളെ, നമ്മുടെ എല്ലാ ശരീരം ഒരുപോലെ. प्रियो, हम सभी का शरीर एक ही समान है. ആർക്കും ഏത് അസുഖവും വരാം. किसी को भी कौन सा भी बीमारी हम आ सकता है. എല്ലാവർക്കും വരുന്നത് നമുക്ക് സംഭവിച്ചെന്ന് വരാം. सभी लोगों के जीवन में होते हुए उसी बातें हमारे जीवन में भी हो सकता है. അവിടെ മുഷിപ്പിക്കുന്ന ചോദ്യങ്ങളല്ല ആവശ്യം, മറിച്ച് ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് ആവശ്യം. वहां पर हमें जैसा बुरा लगने वाला, दोष लगाने वाला सवाल का जरूरत नहीं है, वहां पर सांत्वन का जरूरत है. ചില രോഗികൾ അടുത്ത് ചെല്ലുമ്പോ ചിലർ ചോദിക്കും, യോ അമ്മാമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചോ, ഡോക്ടർ എന്തോ പറഞ്ഞു? कुछ बीमारों के पास जाने के समय लोग ऐसा पूछता है, आंटी आपका जीवन में ऐसा हुआ है क्या? डॉक्टर ने क्या बोला है? ഇനി ഇതിന് ചികിത്സ വല്ലതും ഉണ്ടോ? और पूछता है, इसको और कुछ हमें इलाज है क्या? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ കേൾക്കുമ്പോ ഈ രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഒന്നുകൂടെ തകരും. ऐसा कई सारे सवाल पूछने के समय जब बीमार होकर बैठा हुआ जो व्यक्ति है उनका मन और टूट जाता है. എന്നാൽ രോഗിയായിരിക്കുന്ന മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയുടെ അടുക്ക ചെന്ന്, അമ്മാമ്മേ അച്ചായ, ദൈവം ജീവിക്കുന്നു, ദൈവം സൗഖ്യമാക്കാൻ ശക്തനായ ദൈവം എന്ന് പറയുമ്പോ രോഗിയായിരിക്കുന്ന വ്യക്തിക്ക് ഒരാശ്വാസം മാത്രമല്ല, ഒരു പ്രത്യേക എനർജി ശരീരത്തിൽ വ്യാപരിക്കും. हमें लेकिन जो बीमार होके बैठा हुआ व्यक्ति के पास जाके, अंकल या आंटी या भाई बहन, आपका जीवन में जो हो गया है, आप नाराज ना होना, परमेश्वर आपको चंगाई करेंगे, परमेश्वर आशीष दूंगा करके आशा के वचनों को बोलने के समय ही उनको एक नया आशा भी लगेंगे, उनको नया एक सामर्थ्य मिल जाएंगे, वो शीघ्र चंगा भी हो जाएंगे. ഈ രോഗത്തിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞേ, മനുഷ്യ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ എല്ലാവർക്കും വരുന്നത് ദൈവമക്കൾക്കും വരും. मैं केवल बीमारी के बारे में नहीं कहता हूं कि जैसे कष्ट और नष्ट, बीमारियां या तकलीफ, समस्या हैं, सभी लोगों के जीवन में जो होता है उस परीक्षा परमेश्वर के बच्चों के जीवन में भी हो जाएगी. നമുക്കും കടഭാരങ്ങൾ വരും, हम भी कर्जा में डूबेंगे, നമുക്കും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. हमें भी दबाव और सताव आ जाएंगे. അതിന് തെളിവായിട്ട് ഞാൻ പറയാം, കോവിഡ് വന്നപ്പോ ദൈവമക്കൾക്ക് മാത്രം അതിര് വെച്ചില്ലല്ലോ. आमीन. उसका सबूत यह है कि जब कोविड आने के समय केवल परमेश्वर के बच्चों को परमेश्वर बचा के नहीं रखा है, എല്ലാവർക്കും വന്നു. सभी लोगों के जीवन में आया है. എന്നാൽ അതിൽ പല ദൈവമക്കളെയും സർവശക്തനായ ദൈവം ബലപ്പെടുത്തി നിർത്തി. അതാണ് ദൈവത്തിന്റെ പദ്ധതി. लेकिन उस समय परमेश्वर के कई सारे बच्चों को परमेश्वर और सामर्थ्य देके उन्हें हियाब के साथ खड़ा किया है, वो है परमेश्वर के काम. എല്ലാവർക്കും കോവിഡ് വന്നപ്പോ എനിക്കും കോവിഡ് വന്നു. എനിക്ക് കോവിഡ് വന്നിട്ട് ഞാൻ അറിഞ്ഞത്, എന്നെ വിസിറ്റ് ചെയ്യാൻ വന്ന ആള് പോയി ടെസ്റ്റ് ചെയ്തപ്പോ പുള്ളിക്ക് കോവിഡായി. അപ്പോഴാ ഞാൻ അറിയുന്നത് എനിക്ക് കോവിഡായി.
हमें सभी को जब कोविड हुआ तो मुझे भी हुआ है, लेकिन मुझे कोविड ऐसा बीमारी आया करके मुझे मालूम पड़ा जब मुझे विजिटिंग करने के लिए आया हुआ व्यक्ति वो जाके टेस्ट करने के समय उनको वो बीमारी हुआ है, तभी मुझे मालूम पड़ा मुझे भी है। അതുവരെ എനിക്ക് മനസ്സിലായില്ല എനിക്ക് കോവിഡ് ആണ്. കാരണം കോവിഡിന്റെ നടുവിലും ദൈവം അത്ഭുതകരമായി നടത്തി. ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. क्योंकि उस समय भी मुझे नहीं जाना कि मुझे भी कोविड है, लेकिन हमें उस कोविड के समय भी परमेश्वर मुझे सामर्थ और हियाब देकर मुझे चलाया है। ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ചോദിക്കുക. ഞാൻ ചോദിച്ചാ വല്ല മുഷിച്ചിലും തോന്നുമോ? हमें सवाल पूछने के पहले से वो पूछने लगा है कि मैं अगर सवाल किया जाएगा तो तुम्हें कुछ बुरा लगेगा। അച്ചായ അമ്മാമേ ഞാൻ ചോദിച്ചോട്ടെ, അമ്മാമയ്ക്ക് വിഷമമുണ്ടോ? അങ്ങനല്ല ചോദിക്കേണ്ടത്. മറിച്ച് കർത്താവ് നമ്മെ വിടുവിക്കാൻ ശക്തനാണെന്ന് പറഞ്ഞു വായിക്കേ. സ്വത്രം കിടക്കുന്ന അമ്മാമ ചാടി എഴുന്നേക്കും. आमीन। ये भाई है बहन या अंकल आंटी, मैं आपको सवाल पूछूं ऐसा नहीं बोलना है। आमीन। ये बोलना है कि आमीन आपको परमेश्वर चंगाई करेंगे, हियाब देंगे, सामर्थ देंगे, ऐसा हम बोलने के समय जो लेटा हुआ व्यक्ति खड़ा हो जाएंगे। ഒന്നാമത്തെ ചോദ്യം അങ്ങ് മുഷിയുമോ? पहले का सवाल ये है कि आपको बुरा लगेगा। രണ്ടാമത്തെ ചോദ്യം അതേ വാക്യത്തിൽ 4:2 സ്തോത്രം, വാക്ക് അടക്കി വെക്കാൻ വാക്കടക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞാൽ എനിക്ക് ചോദ്യം ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. दूसरा सवाल है कि परंतु बोले बिना कौन रह सकता है, इसके मतलब मुझे सवाल पूछे बिना बैठ नहीं सकता है। എന്നിട്ട് പുള്ളി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾ ആരായിരുന്നു? നീ പലരെയും ഉപദേശിച്ച ആളല്ലേ? उसके बाद वो पूछता है कि हमें तू कैसा व्यक्ति है, तूने बातों की शिक्षा दी थी। അപ്പൊ ഈ ചോദിക്കാൻ വന്ന പുള്ളിയുടെ ചിന്ത ഈ പലരെ ഉപദേശിച്ച ആളിന് ഒരു കുഴപ്പവും വരത്തില്ല. ये सवाल पूछने वाला व्यक्ति का विचार ये है कि कई लोगों को उपदेश दिया है तो इनका जीवन में कुछ प्रॉब्लम ना होंगे। ഒരിക്കലൊരു സഭയിലെ പാസ്റ്ററുടെ ഭാര്യയോട് വിശ്വാസി ചോദിക്കുക കുറുന്തോട്ടിക്ക് വാദം പിടിക്കുമോ? एक बार एक पास्टर का पत्नी से एक विश्वासी ऐसा पूछने लगा, जो बीमार चंगा करने वाला जो वस्तु है उसको भी बीमारी होएगी क्या? വാദത്തിനുള്ള മരുന്ന് കുറുന്തോട്ടി എന്ന് പറയുന്ന സാധനം. जो वाद का जो बीमारी आता है उसके लिए एक हमें झाड़ का इस्तेमाल किया जाता है। അപ്പൊ കുറുന്തോട്ടിക്ക് വാദം പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനങ്ങ് പറയാം. പാസ്റ്റർക്കും ഭാര്യയ്ക്കും അസുഖം വരുമോ? पूछता है वो झाड़ से इसको चंगाई होता है, लेकिन वो झाड़ को भी बीमारी आए क्या पूछता है। उसके मतलब यह है कि पास्टर और पास्टर के पत्नी को ऐसा बीमारी आ सकता है क्या? പാസ്റ്റർ പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് പാസ്റ്റർക്ക് രോഗം വരത്തില്ലെന്ന ചിലരുടെ ചിന്ത. हाँ, कुछ लोगों का विचार ऐसा है कि पास्टर बीमारों के लिए प्रार्थना करता है, बीमारियों के बारे में प्रचार किया जाता है, वो व्यक्ति को ये बीमारी नहीं होना चाहिए। അതുകൊണ്ടാണ് ഞാന് ഇയ്യോബിന്റെ പുസ്തകം 6:12 പറഞ്ഞത് പാസ്റ്റർമാരുടെ ശരീരവും വിശ്വാസിയുടെ ശരീരം പോലെ തന്നെയാണ്. इसलिए आमीन, मैंने अय्यूब का 6वां अध्याय का 12 वचन में पढ़ा है कि जो पास्टर का शरीर और बाकी विश्वासी का शरीर दोनों एक ही समान है। എല്ലാവരുടെയും ശരീരം ഒരുപോലെ, सभी का शरीर एक ही समान है। ബ്ലഡിന്റെ ഗ്രൂപ്പിന് വല്ലതൊക്കെ മാറ്റമേ വരത്തുള്ളൂ. जो खून का जो ग्रुप अलग अलग हो जाता है, ബാക്കി എല്ലാം ഒരുപോലെ, എല്ലാവർക്കും വരുന്നത് നമുക്കും സംഭവിക്കും. बाकी सब कुछ एक ही समान है, सभी लोगों को जो होता है वो हमारे जीवन में भी होंगे। ഇവിടെ ഈ പുള്ളി ചോദിക്കുക, എലിഫാസ് ചോദിക്കുക, നീ പലരെ ഉപദേശിച്ച ആളല്ലേ? यहाँ पर एलीफस यही पूछता है कि तूने बहुतों की शिक्षा दी है। ഇപ്പോ നീ പിന്നെ ചോദിക്കുക, നിന്റെ കൈകൾ പലരെ ശക്തീകരിച്ച കൈകളല്ലേ? और कहता है कि और निर्बल लोगों की बलवंत किया है तूने। വീഴുന്ന ഒരുപാട് ആൾക്കാരെ നീ താങ്ങിയ ആളല്ലേ? गिरते हुए को तूने अपनी बातों से संभाल लिया है। വീഴുന്ന ആൾക്കാരെ താങ്ങിയ ആള് വീഴാതിരിക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ? हमें जो गिरने के लिए गया उनको थाम लिया हुआ व्यक्ति गिर जाएंगे नहीं करके बोल सकते हैं क्या?
ഒരുപാട് കാര്യങ്ങൾ പറയാം. പിന്നെ പറയുന്നു, കുഴയുന്ന മുഴങ്കാലിനെ നീ ഉറപ്പിച്ചതല്ലേ. बहुत कुछ बातें कहता और कहता है कि हमें लड़कते हुए लोगों को तूने बलवंत किया है। 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വരുമ്പോ പുള്ളിയുടെ ആ വാക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിനക്കിത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നുവോ? इधर जो 4 अध्याय उसके 5वां आयत हम आएगा तो वो वचन को हम और थोड़ा ध्यान करना है। परंतु अब विपत्ति तो तुझी पर आ पड़ी है। അപ്പോ ഇയ്യോബിന് ഭവിച്ചപ്പോൾ ഇയ്യോബ് ഇച്ചിരി വിഷാദത്തിലൊക്കെ ഇരിക്കുക. यहाँ पर अय्यूब के जीवन में होने के समय वो थोड़ा निराशा में हो गया है। ഇവൻ വന്ന് പറയുക, നിനക്കിത് ഭവിച്ചപ്പോ നീ വിഷാദത്തോടിരിക്കുന്നത്. എലിഫസേ, നിന്റെ ജീവിതത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ നീ എന്നേ പോയി ആത്മഹത്യ ചെയ്തേനെ. आमीन। अभी ये एलीफज से पूछता है, अय्यूब तेरे जीवन में ये विपत्ति आने के समय तू क्यों निराश हुआ है करके एलीफज पूछता है। लेकिन एलीफज से कहने के लिए एक बात यह है कि अगर तेरे जीवन में ऐसा हुआ जाता था तू जाके आत्महत्या किया जाता था। ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ട് അല്പം വിഷാദമേ ഉള്ളൂ, എങ്കിലും താൻ പിടിച്ചു നിൽക്കുക. പക്ഷെ എലിഫസ് നിൽക്കുമോ ഇല്ലയോ എന്ന് അവന്റെ ജീവിതത്തിൽ വന്നെങ്കിലേ അറിയത്തുള്ളൂ. आमीन। अय्यूब के जीवन में ये समस्या आने के समय अय्यूब थोड़ा निराश हुआ है, लेकिन एलीफज के जीवन में ये समस्या अगर आ गया है तो वो खड़ा होएगा क्या, वो उनके जीवन में आने के समय मालूम पड़ेगी। നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, മറ്റുള്ളവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസമാണ്. जैसे हमारे गांव में एक कहावत है, जो सामने वाला का मम्मी को अगर उनके माँ को अगर पागल हो गया है तो देखने में बहुत मजा आता है। സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ പഠിക്കത്തുള്ളൂ. उसका जीवन में आने के समय वो सीख जाएंगे। അതുവരെ മറ്റുള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാ. तब तक दूसरों के बारे में बुराई कहने के लिए बहुत हल्की बात है। സ്വന്തം ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാ കാര്യം മനസ്സിലാകുന്നത്. उसका जीवन में ये समस्या आने के समय वो बातों को मालूम पड़ेगी। ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വന്നിട്ടും നമ്മൾ തളർന്നു പോകാതെ ദൈവം നമ്മളെ നിർത്തിയെങ്കിൽ സ്തോത്രം, അത് ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ അത് ദീർഘക്ഷമയാണെന്ന് ഈ പ്രഭാതത്തിൽ മറന്നു പോകരുത്. आमीन। प्रियो, हमारे जीवन में कई सारे विपत्तियां समस्या आने के समय भी हम खड़ा हो गया है तो ये परमेश्वर का दया है, उनका दीर्घ क्षमा है करके हम ना भूलना। നമ്മുടെ ചുറ്റുപാടുമുള്ള അനേകർക്ക് നമുക്കുണ്ടായതുപോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോ, അവർ ക്ഷീണിച്ചു പോയപ്പോൾ, അവർ തളർന്നു പോയപ്പോ, അവര് ആത്മഹത്യ ചെയ്തപ്പോ, അവർ ജീവിതം എടുത്തപ്പോ, ദൈവം ഇന്നും നമ്മളെ ധൈര്യത്തോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതകളെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. प्रियो, हमारे जीवन में आया हुआ उस समस्या हमारे आजू बाजू में कई लोगों के जीवन में आने के समय वो गिर गया हुआ, वो निराश होके गिर गया हुआ और आत्महत्या किया हुआ, ये दुनिया से चले गए, अपने जीवन को भी छोड़ दिया हुआ अवस्था में कई लोग जाने के समय परमेश्वर हमें खड़ा किया है, हम बलवंत होकर अभी भी रहता है, तो ये बातों को हम भूलना नहीं जाए। ഒത്തിരി ചോദ്യങ്ങളുമായിട്ടാണ് എലിഫസ് വന്നത്. एलीफज कई सारे सवाल लेके आया है। തന്നോട് ചോദിക്കുക, നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലേ? उसको पूछता है कि तेरा भक्ति तुम्हारा भरोसा नहीं है क्या? നിന്റെ നടപ്പിന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലേ? तुम्हारा चाल चलन जो करी है वो तेरी आशा नहीं? അതെ, ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആര്? क्या मालूम तू भूल गए क्या निर्दोषी कभी नाश नहीं होता है? നേരുള്ളവൻ എവിടെയാ മുടിഞ്ഞു പോയിട്ടുള്ളേ? जो सज्जन अभी हमें काट डाले हैं क्या? ഈ ചോദ്യത്തിന്റെയൊക്കെ അർത്ഥം ഇയ്യോബ് നേരുള്ളവനല്ല. ये सारे सवाल का मतलब ये है कि अय्यूब खरा या सज्जन नहीं है। ഇയ്യോബിന്റെ ആശ്രയം ശരിയല്ല. अय्यूब का जो भरोसा बराबर नहीं है। ഇയ്യോബിന്റെ നിർമ്മലതയും പ്രത്യാശയും ഇയ്യോബിനില്ല. अय्यूब का जो पवित्रताई और आशा परमेश्वर पर नहीं है। ഇയ്യോബ് ദൈവത്തെ അല്ലെങ്കിൽ ഭക്തിയിൽ പൂർണ്ണമായി ആശ്രയിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നെന്ന എലിഫസ് പറയുന്നത്. एलीफज ये कहता है कि अय्यूब अगर भय भक्ति के साथ परमेश्वर के सामने चलता है तो ये सब बातें नहीं होता था। നിന്റെ ജീവിതത്തിൽ നീ ചെയ്തതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന ആ ഇയ്യോബിനോട് പറയുന്നത്.
अय्यूब से यही कहा जाता है कि तेरे जीवन में तूने जो कुछ किया है उसका जो फल तुम अनुभव कर रहा है। അതുകൊണ്ടാണ് 8-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. इसलिए हमें 4 अध्याय उसके 8वां आयत में कहता है, मेरे देखने में तो जो पाप को जोते थे और दुख बोते हैं वही उसको काटे थे। നീ വിതച്ചത് ഇയ്യോബേ നീ കൊയ്യുന്നത് എന്നാണ് ഇയ്യോബിനോട് പറയുന്നത്. अय्यूब से कहता है तुम जो बोता है वही काटते हैं। ദൈവം പറയുന്നു അവൻ വിതച്ചത്, അവൻ ഭക്തനാണ്, അവൻ നീതിമാനാണ്, അവൻ നിർമ്മലനാണെന്നൊക്കെ പറയുമ്പോഴും ആ സഹോദരങ്ങൾ, സ്നേഹിതർ പറയുകയാണ് ഇവൻ അങ്ങനെയൊന്നുമല്ല, ഇവൻ ഭക്തിയൊന്നുമില്ലാത്തവനാ, ഇവൻ അത് നേരുള്ളവനല്ല, ഇവൻ നിർദോഷിയല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ട്. आमीन। परमेश्वर अय्यूब के बारे में कहता है वो पवित्र है, बुराई को देख के भागने वाला व्यक्ति है, परमेश्वर का भक्ति में चलने वाला वो आमीन धार्मिक है करके परमेश्वर उन्हें उनके बारे में गवाही देने के समय उनका जो मित्र लोग है, उनका परिवार के लोग है, उनके सहकर्मी लोग, उनको कहता है वो ऐसा भक्तिमान नहीं है, वो निर्मल नहीं है, वो गलत काम करने वाला है करके उन्हें दोष आरोप करता है। ഒരു ദൂത് ഞാൻ പറയാം, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില കഷ്ടങ്ങൾ വരുമ്പോൾ, ചില ശോധനകൾ വരുമ്പോൾ നമ്മുടെ സ്നേഹിതരെന്ന് പറഞ്ഞവർ പോലും പറയും ഇവനെന്തോ കുഴപ്പം കാണിച്ചിട്ടാ അവന്റെ ജീവിതത്തിൽ ഇതൊക്കെ വരുന്നതെന്ന്. आमीन। प्रियो, मैं एक संदेश आपको देना चाहता हूँ कि तुम्हारे जीवन में जब क्लेश आएंगे, संकट आएंगे, मुसीबतें आने के समय आमीन तुम्हारे साथ जो थे उन लोग भी ये कहने लगेंगे ये कुछ बुराई किया है, ये कुछ परमेश्वर के विरुद्ध काम किया है, उनका पवित्रता नष्ट हो गया है, इसीलिए उनके जीवन में ये सब हो रहा है। നീ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ പറഞ്ഞ് നിന്നെ വേദനിപ്പിച്ചെന്നു വരാം. പക്ഷേ നിന്നെയും എന്നെയും അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് ഈ പ്രഭാതത്തിലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. आमीन। तो नहीं किया हुआ बातों को भी बोल के तुम्हें बुराई करके तुम्हें निंदित करेंगे, लेकिन ये सब कुछ देखने वाला आमीन तुम्हें संभालने वाले एक परमेश्वर स्वर्ग में है करके तुम भूल ना जाए। ഈ പ്രഭാതത്തിൽ വിശ്വസിക്ക, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും എന്നെ തകർത്ത് കളയാനല്ല, മറിച്ച് എന്നെ ഒന്നുകൂടെ സ്വർഗം പണിതെടുക്കുകയാണ്. आमीन। आज सुबह ये बातों को जानना है कि तुम्हारे जीवन में होते हुए ये सारे विषयों को तुम्हें नाश किया जाने के लिए नहीं है, तुम्हें और एक बार तुम्हें तोड़कर बना के एक सिद्ध बनाने के लिए स्वर्गीय पिता कर रहा है। ദൈവത്തെ വിളിച്ച ഉത്തരം ലഭിച്ച ഇയ്യോബ് ഇപ്പോൾ പലർക്കും പരിഹാസ വിഷയമാണ്. परमेश्वर से प्रार्थना करके उत्तर प्राप्त किया हुआ, जवाब प्राप्त किया हुआ अय्यूब अभी कई सारे लोगों के सामने निंदित होकर बैठा है। ഞാന് ഈ പരിഹാസമൊക്കെ കേൾക്കുമ്പോൾ പറയുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. 16-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, എന്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എന്റെ കണ്ണോ ദൈവത്തിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. आमीन। उनका जीवन में ये सभी आमीन जो निंदित या प्रेज़ द लॉर्ड उनको मजाक किया जाने के समय अय्यूब बोलते हुए जो वचन उसका 16 अध्याय उसके 20वां आयत में कहता है, मेरे मित्र मुझसे घृणा करते हैं परंतु मैं ईश्वर के सामने आंसू बहाता हूँ। ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, സ്നേഹിതർ പോലും പരിഹസിക്കുമ്പോ ദൈവസന്നിധി കണ്ണുനീര് പൊഴിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകി നിന്നെ മാനിക്കാൻ നീ സേവിക്കുന്ന ദൈവ ശക്തന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, ചില അത്ഭുതങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. प्रियो, प्रेज़ द लॉर्ड, आमीन। तुम्हें जो साथ देंगे करके बोल के आया हुआ आमीन लोग भी तुम्हारा अवस्था देखकर तुम्हें बुराई करता है, आमीन तुम्हें घृणा करता है, तो आमीन तुम एक बात याद रखना, परमेश्वर इन दिनों में तुम्हें आशीष देकर आगे बढ़ाएंगे, ये बातों को तुम ना भूलना। ദൈവസന്നിധിയിൽ നീ പൊഴിക്കുന്ന കണ്ണുനീരൊന്നും വൃഥാവല്ല, കാരണം വചനം പറയുന്നു അത് തുരുത്തിയിൽ ദൈവം ആക്കി വെക്കുന്ന ദൈവമാണ്.
परमेश्वर के सामने तुम जो बहाते हुए आंसू और नष्ट ना किया जाएंगे, वचन कहता है वो अपने कुप्पी में भर के रखता है। അങ്ങനെയെങ്കിൽ പൊഴിച്ച കണ്ണുനീരിന് തക്കതായ മറുപടി തൽസമയത്ത് നൽകി മാനിക്കാൻ ദൈവത്തിന്റെ കരം ശക്തമാണ്. ऐसा है तो तूने बहाया हुआ आंसू के अनुसार प्रतिफल देके ठीक समय पर तुम्हें अनुग्रह करने के लिए परमेश्वर सर्वशक्तिमान है। വിശ്വസിക്ക, ഞാൻ പൊഴിച്ച കണ്ണുനീര് എന്റെ ദൈവത്തിന്റെ സന്നിധിയിലാണ്. അതെന്റെ കർത്താവ് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. विश्वास करो, मैंने जो आंसू बगाया हुआ है मेरे ईश्वर के सामने है, मेरे परमेश्वर के सामने है। वो परमेश्वर अपने कुप्पी में भर के रखे, उसका प्रतिफल मुझे दे देंगे। 17:2 നാം വായിക്കുന്നത്, എന്റെ അടുക്കൽ പരിഹാസമേ ഉള്ളൂ, എന്റെ കണ്ണ് അവരുടെ വാക്കാടം കണ്ടുകൊണ്ടിരിക്കുന്നു. हमें 17 अध्याय उसका दूसरे आयत में कहता है, निश्चय जो मेरे संग है वह टट्टा करने वाले है और उनका जो झगड़ा रगड़ा मुझे लगातार दिखाई देता है। ഇന്ന് പ്രഭാതത്തിൽ നിന്നെ ആരെല്ലാം പരിഹസിക്കുന്നുവോ അവരുടെ ഒക്കെ മധ്യത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത്. आज सुबह के समय परमेश्वर की आत्मा में याद दिलाता है कि कौन कौन तुम्हें हंसी उठाता है, मजाक उठाता है, उनके सामने तुम्हें आदर करके आशीष देके उठाने वाला परमेश्वर है। അതേ, ഇയ്യോബ് തന്നെ ആ 12:4 വാക്യത്തിൽ പറയുക, ആരാണ് പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നത്? आमेन। ये आमेन 12 अध्याय उसके 4 आयत में आमेन अय्यूब कहता है, कौन अभी जो प्रेज़ द लॉर्ड दूसरे के सामने, जो पड़ोसी के सामने हंसी उठाने का हालत बन गया है। നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നു. जो धर्मी और करा मनुष्य के वह हंसी का कारण हो गया है। എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ അനീതിയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ദൈവസന്നിധിയിൽ നീതിമാനാണെന്ന് തനിക്ക് ഉറപ്പുണ്ട്. आमीन। इसके मतलब ये है कि मैं कुछ अधर्म के काम नहीं किया है, मैं कुछ गलत काम नहीं किया है, परमेश्वर के सामने वो ही आपके साथ कहते हैं। ഒരുപക്ഷെ ആരുടെയും മുമ്പിൽ താൻ ആരാണെന്ന് തെളിയിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ തനിക്ക് സ്വയം ഒരു ഉറപ്പുണ്ട് താൻ ആരാണെന്നുള്ള കാര്യം. शायद वो किसी के सामने भी अपने सच्चाई को प्रकट करने के लिए नहीं हुआ है, वो काम नहीं किया है करके बोलने के लिए सबूत नहीं मिला हुआ अवस्था है, लेकिन वो परमेश्वर के सामने आवे सब कुछ ठीक चलते हैं। ഒരു ദൂത് ഞാൻ പറയാം, നിന്റെ പുറമേയുള്ളത് നോക്കി പലരും നിനക്കെതിരെ വിധി എഴുതുമ്പോൾ നിന്റെ ഉള്ളിന്റെ ഉള്ളറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിലും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കൊരു ഉറപ്പുണ്ടോ? ഞാൻ നീതിമാനാണ്, ഞാൻ നിഷ്കളങ്കനാണെന്ന് ഉറപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്റെ നിന്ന, നിന്റെ പരിഹാസം എന്റെ ദൈവം മാറ്റുക തന്നെ ചെയ്യും. आमीन। कई लोग तुम्हें मजाक उठाता है तो भी आमीन तुम्हें प्रेज़ द लॉर्ड जो बुरा लगने वाला बात बोलता है, लेकिन तुम परमेश्वर के सामने तो हियाब के साथ मैं धर्मी हूँ, मैं ऐसा काम नहीं किया है करके बोलने के लिए हियाब है, तो आमीन परमेश्वर तुम्हें आशीष के साथ जो बुराई किया हुआ लोगों के सामने तुम्हें अनुग्रह देकर खड़ा करेंगे। പലരും നിന്റെ അവസ്ഥ കണ്ടിട്ട് ഇവനെന്തോ തെറ്റുകാരൻ, ഇവളെന്തോ തെറ്റുകാരി എന്ന് പലരും പറയുമ്പോൾ നിന്റെ ഹൃദയം എങ്ങനെയാണെന്ന്, നീയും ഞാനും ആരാണെന്ന് വ്യക്തമായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. कई लोग तुम्हें आमें दोष लगाएंगे, तो ऐसा है वैसा है करके आमें तुम्हारे बारे में जो बुराई बोलने के समय परमेश्वर के सामने तो ही आपके साथ खड़ा होता है, तो आमें जो नहीं किया हुआ है ये ही आपके साथ तो खड़ा हो जाएगा। परमेश्वर के सामने सब कुछ नंगा और खुला पड़ा है। നാം ആരാണെന്ന് നമ്മുടെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ നമ്മുടെ സ്നേഹിതർക്കോ ശരിയായി അറിയാതിരിക്കുമ്പോ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സ്ഥലത്ത് താൻ പറയുന്ന ഒരു വാക്കൂടെ പറഞ്ഞ വാക്കുകളെ നിർത്താം. और आमीन हम कौन है करके हमारा घर वाले को या हमारा अड़ोसी पड़ोसी के लोगों को भी नहीं जानते हुए अवस्था में रहने के समय भी वो अपने आप बोलते हुए एक वचन बोल के मैं समाप्त करूंगा।
13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോ കർത്താവിനെ കൊന്നാലും ഞാൻ കർത്താവിനായി കാത്തിരിക്കും. आमीन। यहाँ पर जो 13 अध्याय उसके 15 आयत में कहता है, वह मुझे घात करेगा, मुझे कुछ आशा नहीं तो भी मैं अपनी चाल चलन का पक्ष रखूंगा। അടുത്ത വരിയാണ് എന്നെ ഏറെ ചിന്തിപ്പിച്ചത്. എന്റെ നടപ്പ് ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ തെളിയിക്കും. आमीन। उसने कहता है, आमीन, दोबारा वो कहता है, तो भी अपनी चाल चलन का पक्ष लूंगा मैं। ഇന്ന് പ്രഭാതത്തിൽ നമുക്കും മനുഷ്യന്റെ മുമ്പിൽ ഒന്നും തെളിയിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട്. അത് നമ്മുടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയാണ്. അവിടെ നമ്മൾ തെളിയിക്കണം നമ്മൾ ആരാണ്. प्रियो, आमीन, आज हमें किसी के सामने भी हम कौन है करके प्रकट नहीं कर सकता है, वो सबूत नहीं दिखा सकता है, सच्चाई को नहीं बता सकता है, लेकिन परमेश्वर के सामने हमको वो सबूत मिलेंगे, वहां पर हम ये प्रकट करना है। നമ്മൾ എങ്ങനെയെല്ലാം ഞാന് ഒരു തെറ്റുകാരനുമല്ല ഒരു കുറ്റക്കാരനുമല്ലെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തെളിയിക്കാൻ നോക്കിയാലും നമ്മളെ അവർ അതേ വിലയിരുത്തുന്ന ഒരു വിലയുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമല്ല. आमीन। हमारे समाज के सामने हम ऐसा नहीं किया है, हम ऐसा काम नहीं किया है करके दिखाने के लिए हम कितना भी कोशिश करें, उन लोग नहीं मानेंगे, लेकिन परमेश्वर के सामने वो सच्चाई को प्रकट हो जाएंगे। ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തെളിയിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ മുമ്പിലാണ് ഞാൻ ആരാണ്. ഇന്ന് പ്രഭാതത്തിൽ आज सुबह हम यही प्रकट करना है, आमीन, हम परमेश्वर के सामने हम कैसा है, हम हमें कैसा चल रहा है। ഈ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ ഒന്നുകൂടെ സമർപ്പിക്കാം. ये सुबह के समय हम अपने आप को परमेश्वर के सामने समर्पण करेंगे। നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. परमेश्वर के सामने हम अपने आप को समर्पण किया जाए। കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ മറയ്ക്കാതെ തെളിയിച്ചു കൊടുക്കാം. प्रभु के सामने नहीं छुपाते हुए हम प्रकट करेंगे। ഇല്ല കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഞാൻ അങ്ങയുടെ സന്നിധി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുകയില്ല. नहीं प्रभु, मेरे जीवन में जो कुछ बातें हो जाने दो, जो कुछ घटना है आने दो, लेकिन मैं आपको छोड़ के दाहिने और बाएं ना मुड़ेगी। എന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും, അതുകൊണ്ടാണ് യോബ് പറയുന്നത്, എന്നെ കൊന്നാലും ഞാൻ എന്റെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. चाहे कष्ट आए, चाहे नष्ट होए, हमें तो ना छोड़ूंगा। इसलिए अय्यूब कहता है, वह मुझे घात किया जाएगा तो भी मैं परमेश्वर को छोड़ के ना जाऊंगा। അങ്ങനെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവത്തെയാ ഈ പ്രഭാതത്തിൽ നാം സേവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ऐसा जो इंतजार करने वालों के लिए प्रकट होने वाला एक परमेश्वर का हम सेवा करता है, उनका आमीन हम विश्वास करता है करके जो आशा रखने वाले लोगों के लिए मैं प्रभु को धन्यवाद करता हूँ। എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിനായി കാത്തിരിക്കുമെന്ന് പറഞ്ഞവന്റെ അടുക്കൽ പിന്നത്തേതിൽ എന്റെ ദൈവം ഇറങ്ങി വന്ന് അവന് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമൈതനെ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം ശക്തനാ. जो मिलता है हमें के लिए उत्तर के आने वाला जो ആകയാൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കാം, പരമാർത്ഥതയോടെ നിൽക്കാം. കർത്താവ് നമ്മെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इसलिए हम वो परमेश्वर के हाथों में अपने आप को समर्पण करके हम विश्वस्त बनकर विश्वास योग्य बनकर बैठेंगे। परमेश्वर उत्तर की आकर हमें वो चुड़ाएंगे, हमें अनुग्रह करेंगे। इसी वचनों से प्रभु हम सबको आशीष करे। എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. सभी को और एक बार धन्यवाद देता हूँ। प्रभु सभी को बहुतायत से आशीष करे।